ഗുഡ് മോർണിംഗ്. ഇന്നത്തെ നമ്മുടെ അക്കൗണ്ടിങ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എക്സ്പെൻസ് ഓൺ പർച്ചേസ് ഓഫ് ഡിബഞ്ചേഴ്സ്. എന്തതിൻ്റെ മീനിങ്? ഡിബഞ്ചേഴ്സിനെ പർച്ചേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പെൻസുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. ഇഫ് എനി എക്സ്പെൻസ് ഈസ് ഇൻകേർഡ് ഓൺ പർച്ചേസ് ഓഫ് ഡിബഞ്ചേഴ്സ് then it will be added the cost of purchase. The same amount is deducted from profit on redemption. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഡിബഞ്ചേഴ്സിനെ ഓപ്പൺ മാർക്കറ്റിൽ നമ്മൾ പർച്ചേസ് ചെയ്യും എന്നുള്ളത്. അങ്ങനത്തെ മെത്തേഡിൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിനെന്ത് ചെയ്യും, ചില എക്സ്പെൻസുകൾ വരും. അത് എന്തിൻ്റെ കൂടെ കൂട്ടും? ഡിബഞ്ചേഴ്സിൻ്റെ എമൗണ്ടിൻ്റെ കൂടെ നമ്മൾ കൂട്ടും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു മാർക്കറ്റിൽ പോയിട്ട് നമ്മളൊരു മൊബൈൽ മേടിക്കുകയാണ്, ഒരു 10,000 രൂപയുടെ മൊബൈൽ മേടിക്കുകയാണ് അല്ലേ. 10,000 രൂപയുടെ മൊബൈൽ മേടിക്കുമ്പോൾ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചാർജിൽ നമ്മൾ തിരൂർ പോയിട്ട് മൊബൈൽ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 100 രൂപ നമുക്ക് എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് എക്സ്പെൻസ് ട്രാവലിംഗ് അലവൻസ് ആയിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ട്രാവലിംഗ് എക്സ്പെൻസും കൂടി എന്തിൻ്റെ കൂടെ ആഡ് ചെയ്യും? നമ്മുടെ ആ മൊബൈലിൻ്റെ കൂടെ ആഡ് ചെയ്യും. അങ്ങനെ 10,100 ആയിരിക്കും നമ്മുടെ മൊബൈലിൻ്റെ ടോട്ടൽ എക്സ്പെൻസായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യാം. അപ്പോൾ അതുപോലെയാണ് ഡിബഞ്ചേഴ്സ് നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ അതും നമ്മൾ എന്ത് ചെയ്യും? ഡിബഞ്ചേഴ്സിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യും. അത് എന്തിൽ നിന്ന് കുറയ്ക്കുകയും ചെയ്യും? നമ്മുടെ പ്രോഫിറ്റ് ഓൺ റിഡംഷൻ എന്നുള്ളതിൽ നിന്ന് കുറയ്ക്കും. അതായത് നമ്മളൊരു 10,000 രൂപയുടെ ഡിബഞ്ചേഴ്സിനെ നമ്മൾ 9,000 രൂപക്കാണ് മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര രൂപ പ്രോഫിറ്റ് ഉണ്ടാവും? 1,000 രൂപ പ്രോഫിറ്റ് ഉണ്ടാവും. പക്ഷേ നമുക്ക് ഒരു 2,000 രൂപ ഡിബഞ്ചേഴ്സിൻ്റെ പർച്ചേസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ 1,000 പ്രോഫിറ്റിൽ നിന്ന് ഈ 200 രൂപ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി 800 രൂപ ആയിരിക്കും നമ്മുടെ പ്രോഫിറ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. അതാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നോക്കാം. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എ ലിമിറ്റഡ് പർച്ചേസ്ഡ് ഫോർ ക്യാൻസലേഷൻ ഓഫ് ഇറ്റ്സ് ഓൺ 10% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച് അറ്റ് ₹97. The cost of purchase amounted to ₹200. Give journal entries. എന്താണ്? എ ലിമിറ്റഡ് എന്നൊരു എന്തുണ്ട് കമ്പനി ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 100 രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു ഡിബഞ്ചേഴ്സിനെ 97 രൂപക്ക് മേടിക്കുന്നുണ്ട്. അതിൻ്റെ കോസ്റ്റ് ഓഫ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ 200 രൂപയാണ്. നമുക്കറിയാം 100 രൂപയുടെ ഡിബഞ്ചേഴ്സിന് 97 രൂപയ്ക്ക് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര രൂപ ലാഭമുണ്ട്? 3 രൂപ ലാഭമുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ എന്തിനു നമ്മൾ ആഡ് ചെയ്യണം? നമ്മുടെ പർച്ചേസിൻ്റെ എക്സ്പെൻസ് ആയിട്ടുള്ള 200 രൂപ കൂടി ആഡ് ചെയ്യണം. ജാലണ്ടർ നോക്കാം. 10% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അപ് ടു ബാങ്ക് ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. നരേഷൻ നോക്കുക. പർച്ചേസ് ഓഫ് 1,000 ഡിബഞ്ചേഴ്സ് ഓഫ് ക്യാൻസലേഷൻ അറ്റ് ₹97 പ്ലസ് കോസ്റ്റ് ഓഫ് പർച്ചേസ്. അമൗണ്ടിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഡിബഞ്ചേഴ്സിൻ്റെ ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 1000 ഡിബഞ്ചേഴ്സിന് 100 രൂപ പ്രകാരമാണെങ്കിൽ 1 lakh ഉണ്ടായിരിക്കും. ബാങ്ക് വഴി നമുക്ക് എത്ര കിട്ടും? 97 ഡിബഞ്ചേഴ്സിൻ്റെ എമൗണ്ടാണ് നമ്മൾ കൊടുക്കേണ്ടി വരിക. 97,000. അതിൻ്റെ കൂടെ നമ്മൾ 200 രൂപ നമ്മൾ ആഡ്. ഓക്കെ, നോക്കുക. നെക്സ്റ്റ്, ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. നമുക്കറിയാം 100 രൂപയുടെ ഡിബഞ്ചേഴ്സ് 97 രൂപക്ക് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 രൂപ പ്രോഫിറ്റ് ഉണ്ടായിരിക്കും. ആ 3 രൂപ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആ 3 രൂപ എന്ത് ചെയ്യും? നമ്മൾ 1000 ഡിബഞ്ചേഴ്സിന് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 3000 രൂപ നമുക്ക്
പ്രോഫിറ്റ് ഉണ്ടായിരിക്കും അല്ലേ. അതാണ് ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ 3000 രൂപ നമുക്ക് അവിടെ പ്രോഫിറ്റ് ഉണ്ടാവേണ്ട സ്ഥാനത്ത് നമ്മളിവിടെ 2800 രൂപ മാത്രമേ എഴുതിയിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് 200 രൂപ നമ്മളിവിടെ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്, എക്സ്പെൻസായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ 3000 നിന്ന് 200 രൂപ പർച്ചേസും കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ 2800 രൂപ ആയിരിക്കും ഉണ്ടാവുക. അതാണ് ഇവിടെ 2800 എന്ന് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ചാനലിൽ നോക്കാം. പ്രോഫിറ്റ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ടു ക്യാപിറ്റൽ റിസർവ്. നമുക്ക് ഈ ഡിബഞ്ചേഴ്സിനെ മേടിക്കുന്ന സമയത്ത് നമുക്ക് 3000 രൂപ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു അല്ലേ. നമ്മൾ സാധാരണ ഇതാണെങ്കിൽ പ്രോഫിറ്റ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അപ്റ്റഡ് ടു ക്യാപിറ്റൽ റിസർവ് എന്നുള്ള രീതിയിൽ 3000 രൂപയാണ് എഴുതേണ്ടത്. പക്ഷേ ഇവിടെ 2800 രൂപ നമ്മൾ എഴുതിയിട്ടുള്ളൂ. കാരണം 200 രൂപ കോസ്റ്റ് ഓഫ് പർച്ചേസ് ഓഫ് ഡിബഞ്ചേഴ്സാണ്. അത് കുറച്ചിട്ടുള്ള എമൗണ്ടാണ് 2800 എഴുതിയിട്ടുള്ളത്. പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ടു ക്യാപിറ്റൽ റിസർവ്. ഓക്കെ, ഇതിന്ന് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ. എക്സ്പെൻസ് ഓൺ പർച്ചേസ് ഓഫ് ഡിബഞ്ചേഴ്സ്. നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് നമ്മുടെ ഡിബഞ്ചേഴ്സ് മേടിക്കുമ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ നമ്മൾ ഡിബഞ്ചേഴ്സിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ ഈ കോസ്റ്റ് ഓഫ് പർച്ചേസ് ഓഫ് ഡിബഞ്ചേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യും, മൈനസ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആയിരിക്കും നമ്മളിവിടെ എഴുതുക. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ആണ്. ഡിബഞ്ചേഴ്സിൻ്റെ മുകളിൽ എന്ത് ചെയ്യുക, ഇൻട്രസ്റ്റ് മീൻസ് പലിശ എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. If all debentures are not cancelled immediately after the purpose of debentures, interest become due on such debentures also. The company will pay interest only to outsiders, that means debentures holders. The interest on debentures will be retained by the company and this will be credited to interest on debentures account. എന്താണ് മീനിങ് നോക്കാം. ഒക്കെ നമ്മൾ ഡിബഞ്ചേഴ്സിന് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന റിലേറ്റഡ് ആയിട്ട് ഡിബഞ്ചേഴ്സ് ഉണ്ടാവും അല്ലേ. നമ്മൾ ഡിബഞ്ചേഴ്സിനെ നമുക്കൊരു ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഔട്ട്സൈഡേഴ്സാണ്, അല്ലെങ്കിൽ ബോറോഡ് ക്യാപിറ്റലാണ് അറിയില്ലേ. ബോറോഡ് ക്യാപിറ്റലിൽ എന്ത് വേണ്ടി വരും, നമുക്ക് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും അല്ലേ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 5 വർഷത്തേക്കാണ് ഇൻട്രസ്റ്റ് 5 വർഷത്തേക്കാണ് നമ്മൾ ഡിബഞ്ചേഴ്സുമായിട്ട് എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടുള്ളതെങ്കിൽ ഈ 5 വർഷത്തിന് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ വർഷവും നമ്മളിങ്ങനെ ഡിബഞ്ചേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുത്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അങ്ങനെ ഫസ്റ്റ് ഇയേഴ്സിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡിബഞ്ചേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കണം, സെക്കൻഡ് ഇയേഴ്സിൽ കൊടുക്കണം, തേർഡ് ഇയേഴ്സിൽ, ഫോർത്ത് ഇയേഴ്സിൽ, ഫിഫ്ത്ത് ഇയേഴ്സിൽ അങ്ങനെ നമ്മൾ കൊടുക്കണം. നമ്മൾ അതിനിടയിൽ ഡിബഞ്ചേഴ്സിന് നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഡിബഞ്ചേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കണോ കൊടുക്കണ്ടേ എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. 2 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻട്രസ്റ്റിനെ നമുക്കിവിടെ കൺസിഡർ ചെയ്യാൻ പറ്റും. കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻ ആൻഡ് എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ. ഫസ്റ്റ് ഒന്ന് നോക്കാം. കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻ. If the purchase price is included interest for the period from previous date of interest to the date of purchase, it is called cum interest price. That is, cum is Latin word which means with or inclusive of interest. It means price paid by the company for the debentures included the interest for the expired period also. കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ, കം എന്ന് പറഞ്ഞാൽ തന്നെ ഇൻക്ലൂഡഡ് അല്ലെങ്കിൽ ഇൻക്ലൂസീവ് എന്നുള്ളതാണ്. എന്താണ് ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞാൽ, ഇൻക്ലൂഡഡ് എന്ന് പറഞ്ഞാൽ ഉൾപ്പെട്ടതാണ്. അതായത് ഒരു കമ്പനി നമ്മുടെ ഡിബഞ്ചേഴ്സിനെ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ആ പർച്ചേസ് ചെയ്യുന്ന എമൗണ്ടിൽ ഇൻട്രസ്റ്റും കൂടി ഇൻക്ലൂഡഡ് ആണെങ്കിൽ അതിനെ കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻ എന്ന് പറയും. സിമ്പിളാണ്. നെക്സ്റ്റ് നോക്കാം. എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഇഫ് ദ പർച്ചേസ് പ്രൈസ് ഈസ് എക്സ്ക്ലൂഡഡ് ദ ഇൻട്രസ്റ്റ് ഫോർ ദ എക്സ്പയർഡ് പീരിയഡ്, ഇറ്റ് ഈസ് കോൾഡ് എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ. ഓക്കെ.
X is also Latin word which means without or inclusive of interest. This means that the purchase price of debentures does not include the interest for the expired period. നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഇൻട്രസ്റ്റ് കൊട്ടേഷൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നമ്മുടെ ഡിബഞ്ചേഴ്സിന് മേടിക്കുകയാണെങ്കിൽ അതിലെന്ത് ഇൻക്ലൂഡഡ് അല്ല, ഇൻട്രസ്റ്റ് ഇൻക്ലൂഡഡ് അല്ല. ഇൻട്രസ്റ്റ് നമ്മൾ സെപ്പറേറ്റ് നമ്മൾ ഈ ഡിബഞ്ചേഴ്സിൻ്റെ മുകളിൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒന്നുകൂടി കൺക്ലൂഷൻ നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഡിബഞ്ചേഴ്സിനെ നമ്മൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ഓൾറെഡി നമുക്കറിയാം ബോറോഡ് ക്യാപിറ്റലാണ് ഡിബഞ്ചേഴ്സിന്, അപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരുമെന്നുള്ളത്. രണ്ട് രീതിയിൽ ഇൻട്രസ്റ്റ് കൊടുക്കാം. ഇൻട്രസ്റ്റ് കൊട്ടേഷൻ ആൻഡ് എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ. നമ്മൾ ഒരു നിശ്ചിത പീരീഡിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ നിശ്ചിത പീരീഡോ കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് കൊടുക്കണോ കൊടുക്കേണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ, രണ്ടാമത്തെ എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ. ഇൻട്രസ്റ്റ് കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ആ ഡിബഞ്ചേഴ്സിൽ ഇൻട്രസ്റ്റ് ഇൻക്ലൂഡഡ് ആയിട്ട് ടോട്ടൽ പ്രൈസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഓർ ഇൻക്ലൂഡഡ് ഇൻട്രസ്റ്റ് എന്ന് പറയും. എക്സ് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂഡഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല, ഇൻട്രസ്റ്റിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കൊടുക്കേണ്ടി വരുന്നതാണ് എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ വിത്തൗട്ട് എന്നുള്ള മീനിങ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. റിഡംഷൻ ബൈ കൺവേർഷൻ. റിഡംഷൻ ബൈ കൺവേർഷൻ എന്നാൽ എന്താണ്? നമ്മൾ ഡിബഞ്ചേഴ്സിനെ റിഡീം ചെയ്യുന്നതിൻ്റെ ലാസ്റ്റ് മെത്തേഡാണ് എന്ത് ചെയ്യുന്നത്, റിഡംഷൻ ബൈ കൺവേർഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഈ ചാപ്റ്ററിൽ പല രീതിയിലുള്ള ഡിബഞ്ചേഴ്സിനെ റിഡീം ചെയ്യുന്ന മെത്തേഡുകൾ പഠിച്ച് അതിൽ ലാസ്റ്റ് ഒന്നായിട്ട് പഠിക്കാനുള്ളതാണ് റിഡംഷൻ ബൈ കൺവേർഷൻ എന്ന് പറയുന്നത്. നോക്കാം. This is another method of redeeming debentures. Redemption by conversion means redeeming the debentures by converting them into new debentures and or shares with stipulated period at the option of the debentures holders. Under this method, a company gave an option to debentures holders at the time of issue that after a certain period they can convert their debentures into share or new debentures. Redemption by conversions can be made either at par or premium but not at discount. നോക്കാം എന്താ അതിൻ്റെ മീനിങ്. നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഡിബഞ്ചേഴ്സിനെ റിഡീം ചെയ്യുന്നുള്ള മറ്റൊരു മെത്തേഡാണ് റിഡംഷൻ ബൈ കൺവേർഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അതായത് ഞാൻ എൻ്റെ കയ്യിൽ ഡിബഞ്ചേഴ്സ് കമ്പനിക്ക് ഒരു 1000 ഡിബഞ്ചേഴ്സ് ഉണ്ട് എന്ന് കരുതാം. ഒരു നിശ്ചിത പീരീഡ് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഡിബഞ്ചേഴ്സ് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടി വരും അല്ലേ. ആ നിശ്ചിത പീരീഡ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 5 വർഷത്തിനാണെങ്കിൽ 5 വർഷം കഴിഞ്ഞാൽ ഡിബഞ്ചേഴ്സിൻ്റെ എമൗണ്ട് നമ്മൾ സെറ്റിൽ ചെയ്യേണ്ടി വരും. ആ സമയത്ത് നമ്മളെ കയ്യിൽ ക്യാഷ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഡിബഞ്ചേഴ്സിന് പകരം ഡിബഞ്ചേഴ്സ് ഹോൾഡേഴ്സിന് ഷെയറുകളോ അല്ലെങ്കിൽ പുതിയ ഡിബഞ്ചേഴ്സുകളോ അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സും ഷെയറും ആയിട്ട് എന്ത് ചെയ്യുക, തിരിച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞ പേരാണ് ഡിബഞ്ചേഴ്സ് ബൈ കൺവേർഷൻ. കൺവേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ മാറ്റുക. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു 1000 ഡിബഞ്ചേഴ്സ് ഒരു നിശ്ചിത പീരീഡ് കഴിഞ്ഞിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഡിബഞ്ചേഴ്സിന് പകരം എൻ്റെ കമ്പനിയുടെ ഷെയർ കൊടുക്കാം. അപ്പോൾ എന്ത് ചെയ്യും, ഡിബഞ്ചേഴ്സ് നമ്മൾ സെറ്റിൽ ചെയ്ത് അപ്പോൾ ഡിബഞ്ചേഴ്സ് എന്തായി മാറി, ഷെയറായിട്ട് കൺവേർട്ടായി. ഇനി രണ്ടാമത് പറയാം, 10% ഡിബഞ്ചേഴ്സിന് എന്ത് ചെയ്യാൻ ഞാൻ മേടിച്ചിട്ടുണ്ടെന്ന് കേട്ടാൽ അതിന് നിശ്ചിത പീരീഡ് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാം, അവർക്ക് 12% ഡിബഞ്ചേഴ്സായിട്ട് കൺവേർട്ട് ചെയ്യാം. 10% ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ഡിബഞ്ചേഴ്സിനെ നിശ്ചിത പീരീഡ് കഴിഞ്ഞാൽ 12% ഡിബഞ്ചേഴ്സായിട്ട് ഞാൻ കൺവേർട്ട് ചെയ്യാം. നെക്സ്റ്റ് ഈ 2 മെത്തേഡും കൂടി ഇൻക്ലൂഡായിട്ട് ഒരു 1000 ഡിബഞ്ചേഴ്സിന് പകരമായിട്ട് ഞാൻ ഒരു 500 ഷെയർസും അല്ലെങ്കിൽ പ്ലസ് അതിൻ്റെ കൂടെ ഒരു 500 പുതിയ ഡിബഞ്ചേഴ്സിനും കൂടി എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്യുന്ന മെത്തേഡ് അല്ലെങ്കിൽ ആ വഴിയിൽ നമുക്ക് എന്ത് ചെയ്യുക, ഡിബഞ്ചേഴ്സിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുക. ഇതാണ് റിഡംഷൻ ബൈ കൺവേർഷൻ. ഇനി കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അറ്റ് പാർ ഓർ പ്രീമിയം ബട്ട് നോട്ട് അറ്റ് ഡിസ്കൗണ്ട്.
അത് നമുക്കറിയാം, നമ്മളൊരാൾക്ക് 1000 രൂപ കൊടുക്കുകയാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യണം, ഒന്നുകിൽ നമ്മൾ 1000 രൂപ കൊടുക്കണം, തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ 1200 രൂപ കൊടുക്കണം. സാധാരണ നമ്മൾ എന്ത് ചെയ്യില്ല, ഒരാളെ കയ്യിൽ നിന്ന് 1000 രൂപ മേടിച്ചിട്ട് നമ്മളൊരു 500 രൂപ അല്ലെങ്കിൽ 600 രൂപ തിരിച്ചു കൊടുക്കാറില്ല. അതാണ് പറഞ്ഞത്, ഇവിടെ ഡിബഞ്ചേഴ്സിനെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ പാറിലോ അല്ലെങ്കിൽ പ്രീമിയത്തിലോ നമ്മൾ റിഡീം ചെയ്യണം. എന്ത് ചെയ്യാൻ പാടില്ല, ഡിസ്കൗണ്ടിൽ റിഡീം ചെയ്യാൻ പാടില്ല. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിബഞ്ചേഴ്സിനെ ഇങ്ങനെ റിഡീം ചെയ്യുമ്പോൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് കൺവേർഷൻ ബൈ ഡിബഞ്ചേഴ്സ് റിഡംഷൻസ് ബൈ കൺവേർഷൻ മെത്തേഡ് കൊണ്ട് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് കമ്പനിക്ക് ഉണ്ടാവുക, എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഡിബഞ്ചേഴ്സ് ഹോൾഡേഴ്സിന് ഉണ്ടാവുക എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഒന്ന് അഡ്വാൻറ്റേജ് ടു കമ്പനി. ഇനി ഫിനാൻഷ്യൽ സോഴ്സസ് നോട്ട് നീഡഡ് ഫോർ റിഡംഷൻ. ഇപ്പോൾ ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞതിൻ്റെ ഒരു മീനിങ് തന്നെയാണ്. ഇങ്ങനെ നമ്മൾ ഡിബഞ്ചേഴ്സിനെ റിഡീം ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ട ആവശ്യമില്ല, ഡിബഞ്ചേഴ്സിനെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു എന്താ വെച്ചാൽ സോഴ്സ് നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഫിനാൻഷ്യൽ സോഴ്സ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഔട്ട് ഓഫ് ക്യാപിറ്റലോ അല്ലെങ്കിൽ ഔട്ട് ഓഫ് പ്രോഫിറ്റ് എന്നൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട, ഡിബഞ്ചേഴ്സിന് സെറ്റിൽ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി, നമുക്ക് എന്ത് ചെയ്താൽ മതി, നമുക്ക് ഡിബഞ്ചേഴ്സിനെ ഡയറക്റ്റായിട്ട് അങ്ങോട്ട് ഷെയർസിലേക്കോ പുതിയ ഡിബഞ്ചേഴ്സിലേക്കോ നമ്മൾ കൺവേർട്ട് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ അവരെ സെറ്റിൽ ചെയ്യാം. കമ്പനിയെ സംബന്ധിച്ച് ലാഭമാണ്. നെക്സ്റ്റ്, ഇറ്റ് ഹാസ് നോ ഓപ്പോസിറ്റ് എഫക്റ്റ് ഓൺ വർക്കിംഗ് ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി. കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ചേഞ്ച് ചെയ്യില്ല അല്ലേ. നമ്മൾ പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കണമെങ്കിൽ കമ്പനിയുടെ അത്രയും പ്രോഫിറ്റ് അല്ലെങ്കിൽ അത്രയും വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്യാണ്, ചേഞ്ച് ആവണം. പക്ഷേ ഇപ്പോൾ നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെയില്ല, കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റലിൽ ചേഞ്ചസ് ഉണ്ടാവില്ല. തേർഡ് വണ്, ക്രിയേഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് റിഡംഷൻ റിസർവ് നോട്ട് റിക്വയർഡ് ബൈ ദ കമ്പനി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഡിബഞ്ചേഴ്സ് റിഡംഷൻ എന്ന് പറഞ്ഞാൽ റിസർവ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് അക്കൗണ്ട് ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെ ഡിബഞ്ചേഴ്സിനെ റിഡീം ചെയ്യണമെങ്കിൽ CRR ഡിബഞ്ചേഴ്സ് DRR ഡിബഞ്ചേഴ്സ് റിഡംഷൻ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, 15% ട്രാൻസ്ഫർ ചെയ്യണം, ഡിബഞ്ചേഴ്സ് റിഡംഷൻ ഇൻവെസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞില്ലേ. അങ്ങനത്തെ മെത്തേഡൊന്നും നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ ആവശ്യമില്ല. നമ്മൾ ഡയറക്റ്റായിട്ട് അങ്ങോട്ട് കൺവേർട്ട് ചെയ്ത് കൊടുത്താൽ മതി. നെക്സ്റ്റ് നോക്കാം, ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് നോട്ട് നീഡഡ് ഫോർ റിഡംഷൻ. നേരത്തെ പറഞ്ഞ പോലെ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു അക്കൗണ്ടൊന്നും നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് എന്ത് ചെയ്താൽ മതി, കൺവേർട്ട് ചെയ്തുകൊണ്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും അഡ്വാൻറ്റേജസാണ് ഡിബഞ്ചേഴ്സിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ കമ്പനിക്ക് ഉണ്ടാവുന്നത്. നെക്സ്റ്റ് നോക്കുക, ഡിബഞ്ചേഴ്സിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഡിബഞ്ചേഴ്സ് ഹോൾഡേഴ്സിന് ഉണ്ടാവുന്ന പ്രോഫിറ്റുകൾ, അഡ്വാൻറ്റേജ് ടു ഡിബഞ്ചേഴ്സ് ഹോൾഡേഴ്സ് എന്തൊക്കെയാണ്. ഫസ്റ്റ് ഒന്ന് നോക്കാം, ഡിബഞ്ചേഴ്സ് ഹോൾഡേഴ്സ് ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി അല്ലേ. നമ്മൾ ഡിബഞ്ചേഴ്സ് ഹോൾഡേഴ്സിനെ എന്താക്കി മാറ്റുകയാണ്, ഷെയറാക്കി മാറ്റുകയാണ്. അപ്പോൾ കമ്പനിയുടെ ഭാഗമായിട്ട് മാറി. കമ്പനിയുടെ ഭാഗമായിട്ട് മാറിയാൽ കമ്പനിയുടെ പ്രോഫിറ്റ് എൻജോയ് ചെയ്യാനുള്ള എന്തുണ്ട്, റൈറ്റ് ഈ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഉണ്ട്. നെക്സ്റ്റ് ആണ് ദ കൺവേർഷൻ ഡിപ്പെൻഡ് അപ്പോൺ ദ വിൽ ഓഫ് ഡിബഞ്ചേഴ്സ് ഹോൾഡേഴ്സ്. എന്താണ്, നമ്മൾ സാധാരണ ഡിബഞ്ചേഴ്സിനെ നമ്മൾ സെറ്റിൽ ചെയ്യുന്ന സമയത്ത് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് നമ്മൾ എന്ത് ചെയ്യണം, ഫുൾ എമൗണ്ട് നമ്മൾ സെറ്റിൽ ചെയ്യേണ്ടി. പക്ഷേ ഇവിടുത്തെ കേസിൽ ഡിബഞ്ചേഴ്സിന് നമ്മളൊരു ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഡിബഞ്ചേഴ്സ് ഹോൾഡേഴ്സിനെ എന്ത് ചെയ്യുക, ഷെയറിലേക്കോ പുതിയ ഡിബഞ്ചേഴ്സിലേക്കോ കൺവേർട്ട് ചെയ്യാം. അത് നമ്മൾ എന്ത് ചെയ്യില്ല, ഫോഴ്സ് ചെയ്യില്ല. നമ്മൾ എന്ത് ചെയ്യുമോ, അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് എത്ര കപ്പാസിറ്റി ഉള്ളത് എന്നതിനനുസരിച്ച് ഡിബഞ്ചർ ഹോൾഡേഴ്സിനെ സെലക്ട് ചെയ്യുക. അതാണ് അവരുടെ വില്ലിനനുസരിച്ച് അവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ചെയ്യാം. തേർഡ് ആണ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആക്സെപ്റ്റ് ദിസ് ടൈപ്പ് ഓഫ് റിഡംഷൻ ഇൻ ഹോപ്പ് ഫോർ ഹയർ ഇൻട്രസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ് ഡിബഞ്ചേഴ്സ് ഹോൾഡേഴ്സിന് ഒരു 10% ഡിബഞ്ചേഴ്സ് ഹോൾഡേഴ്സിനെയാണ് നമ്മൾ 12% ഡിബഞ്ചർ ഹോൾഡേഴ്സിൽ കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എന്തുണ്ടാവും, 2% അഡീഷനായിട്ട് എന്ത് കിട്ടും, ഇൻട്രസ്റ്റ് കിട്ടും. ഇനി അതല്ല, ഡിബഞ്ചർ ഹോൾഡേഴ്സിനെ ഷെയറിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, കമ്പനിയുടെ പ്രോഫിറ്റ് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ പുതിയ ഡിബഞ്ചർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ച് എന്താണ്, ഒരു അഡീഷണൽ ബെനിഫിറ്റായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് അല്ലെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റും. ഇതാണ് ഡിബഞ്ചേഴ്സ് ഹോൾഡേഴ്സിനെ കൺവേർഷൻ മെത്തേഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബെനിഫിറ്റ്. നെക്സ്റ്റ് നോക്കുക, അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ് ഡിബഞ്ചേഴ്സ് ഹോൾഡേഴ്സിനെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന അക്കൗണ്ട് ട്രീറ്റ്മെൻറ്റുകൾ എങ്ങനെ നോക്കാം. ഫസ്റ്റ് ഒന്ന്, വെൻ ഡിബഞ്ചേഴ്സ് ആർ റിഡീംഡ് അറ്റ് പാറിലാണ് റിഡീം ചെയ്യുന്നുണ്ടെങ്കിൽ
എന്തൊക്കെയായിരിക്കും അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകളെന്ന് നോക്കാം. 2 ജേർണൽ എൻട്രി എന്നുള്ള ഫസ്റ്റ് ഒന്ന് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചേഴ്സ് ഹോൾഡേഴ്സ്. സാധാരണ നമ്മൾ ഡിബഞ്ചേഴ്സിനെ സെറ്റിൽ ചെയ്യുമ്പോഴുള്ള ജേർണൽ എൻട്രീസ് തന്നെയാണ്. നമുക്ക് നരേഷൻ നോക്കാം. ട്രാൻസ്ഫർ ഡിബഞ്ചേഴ്സ് ടു ഡിബഞ്ചേഴ്സ് ഹോൾഡേഴ്സ്. അവിടെ ശ്രദ്ധിക്കേണ്ടത് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചേഴ്സ് ഹോൾഡേഴ്സ്, അവിടെ ഓൾഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഡിബഞ്ചേഴ്സ് ഹോൾഡേഴ്സിൻ്റെ നേരെ പഴയ ഡിബഞ്ചേഴ്സിനെ പുതിയ പഴയ ഡിബഞ്ചേഴ്സിനെ നമ്മൾ സെറ്റിൽ ചെയ്യുന്ന ജേർണൽ എൻട്രിയാണ്. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. രണ്ടാമത്തെ ഡിബഞ്ചേഴ്സ് ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ന്യൂ ഡിബഞ്ചേഴ്സ് ഓർ ഷെയർ ക്യാപിറ്റൽ. ഡിബഞ്ചേഴ്സ് ഹോൾഡേഴ്സിനെ പുതിയ ഡിബഞ്ചേഴ്സ് ആക്കി മാറ്റുക അല്ലെങ്കിൽ ഷെയറാക്കി കൺവേർട്ട് ചെയ്യുന്ന ജേർണൽ എൻട്രിയാണ്. നരേഷൻ നോക്കുക. ഇഷ്യൂ ഓഫ് ന്യൂ ഡിബഞ്ചേഴ്സ് ഓർ ഷെയർസ് അറ്റ് പാർ. നോക്കുക, നമ്മളിവിടെ നെക്സ്റ്റ് numbers of shares or debentures to be issued is equal to amount payable ശ്രദ്ധിക്കുക. നമ്മളിങ്ങനെ ചെയ്യുന്ന ഈ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ ഒരു ഇക്വേഷനാണ്. ആ ഇക്വേഷൻ ശ്രദ്ധിക്കുക. നമ്പേഴ്സ് ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ടു ബി ഇഷ്യൂഡ്. ഡിബഞ്ചേഴ്സോ ഷെയർസോ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും നോക്കാം. സിക്കൽ ടു എമൗണ്ട് പേയബിൾ ബൈ, ഇവിടെ ബൈ ആണെന്ന് ശ്രദ്ധിക്കട്ടെ. എമൗണ്ട് പേയബിൾ ബൈ ഇഷ്യൂ പ്രൈസ് പെർ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ്. നോക്കാം അതെങ്ങനെയാണെന്ന് സിമ്പിളായിട്ട് അതിൻ്റെ കാൽക്കുലേഷൻ നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫസ്റ്റ് ഒന്ന് നോക്കാം. എ ലിമിറ്റഡ് ഇഷ്യൂഡ് 60,000 8% debentures of rupees 100 each redeemable after 4 years by converting into equity shares of rupees 10 each. Record journal entry of redemption of debentures. അതായത് എ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി 60,000 ഡിബഞ്ചേഴ്സ് 8 രൂപ 8% 60,000 നോക്കാം. എ ലിമിറ്റഡ് എന്ന കമ്പനി 60,000 ഡിബഞ്ചേഴ്സ് 100 രൂപ പ്രകാരം റിഡീം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എങ്ങനെയാണ്? 4 വർഷം കഴിഞ്ഞിട്ട്. ഏത് മെത്തേഡാണ്? ബൈ കൺവേർട്ടിങ് ടു ഇക്വിറ്റി ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. എങ്ങനെയാണ്? ഇക്വിറ്റി ഷെയർസിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 10 രൂപ പ്രകാരം. അതായത് എ ലിമിറ്റഡ് എന്ന കമ്പനി 60,000 ഡിബഞ്ചേഴ്സിന് 100 രൂപ പ്രകാരമുള്ളതിനെ ഒരു 4 വർഷം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ആ ഡിബഞ്ചേഴ്സിന് ഷെയർസായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഷെയർസിൻ്റെ വാല്യൂ 10 രൂപയാണ്. അപ്പോൾ എത്ര ഷെയർസിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും എന്ന് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ് എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് മുകളിൽ കൊടുത്തുള്ള ഇക്വേഷൻ. അപ്പോൾ നോക്കാം, ആൻസർ നോക്കാം. നമ്പേഴ്സ് ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ് ഇസ് ഈക്വൽ ടു എമൗണ്ട് പേയബിൾ ഡിവൈഡഡ് ബൈ ഇഷ്യൂ പ്രൈസ് പെർ ഷെയർസ്. നോക്കാം, എമൗണ്ട് നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ് ഇസ് ഈക്വൽ ടു എമൗണ്ട്. എത്രയായിരിക്കും എമൗണ്ട് പേ ചെയ്യേണ്ടി വരിക? എത്രയായിരിക്കും? 60,000 ഡിബഞ്ചേഴ്സ് 100 രൂപ പ്രകാരമാണെങ്കിൽ എത്ര ഉണ്ടാവും? 60,000 ഇൻറ്റു 100 ഈസിക്കൽ ടു എത്ര ഉണ്ടാവും? 60 ലക്ഷം ഡിവൈഡഡ് ബൈ ഇഷ്യൂ പ്രൈസ്. എത്ര രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് 10 രൂപയ്ക്കാണെങ്കിൽ ഈസിക്കൽ ടു 6 lakh. 60 lakh ഡിവൈഡഡ് ബൈ 10 ഈസിക്കൽ ടു 6 lakh. അതാണ് നമ്പേഴ്സ് ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ്. 6 ലക്ഷം ഷെയർസുകളായിരിക്കും ഇഷ്യൂ ചെയ്യേണ്ടി വരിക. ഇതാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ജേർണൽ എൻട്രിയിലേക്ക് നോക്കാം. ജേർണൽ എൻട്രി 8% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. എത്രയാണ്? 60 ലക്ഷം. അത് രണ്ടാമത് ഡിബഞ്ചേഴ്സ് ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇക്വിറ്റി ഷെയർസ് ക്യാപിറ്റൽ 60 ലക്ഷം തന്നെ. അപ്പോൾ നമുക്കറിയാം പാറിൽ തന്നെയാണ് ഇഷ്യൂ ചെയ്യുന്നതും പാറിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത് നമുക്കിവിടെ അതിനെ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ എമൗണ്ടിൽ ടോട്ടൽ എമൗണ്ടിൽ ചേഞ്ചസ് ഇല്ല. പക്ഷേ നമുക്ക് നോക്കാം, ഇവിടെ നരേഷനിൽ നോക്കാം. ട്രാൻസ്ഫർ ഓഫ് ഡിബഞ്ചേഴ്സ് ടു ഡിബഞ്ചേഴ്സ് ഹോൾഡേഴ്സ് 60,000 ഡിബഞ്ചേഴ്സിന് 100 രൂപ പ്രകാരം ആണെങ്കിൽ 60 ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും. രണ്ടാമത്തെ ചാനലിൽ നോക്കാം, അതിൻ്റെ നരേഷൻ നോക്കാം. ഇഷ്യൂ ഓഫ് ന്യൂ ഡിബഞ്ചേഴ്സ് ഡിവൈഡഡ് ബൈ ഷെയർസ് അറ്റ് പാർ. 6 ലക്ഷം ഡിബഞ്ചേഴ്സിന് 10 രൂപ പ്രകാരം ഇഷ്യൂ ചെയ്താലും 60 ലക്ഷം രൂപയാണ് നമുക്ക് വരിക. അപ്പോൾ അതിൽ പാറിലായതുകൊണ്ട് ടോട്ടൽ എമൗണ്ടിൽ മാറ്റം ഉണ്ടാവില്ല. ഇഷ്യൂ ചെയ്യുന്ന
ഷെയർസിൻ്റെ വാല്യൂവിൽ അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സിലും എന്തുണ്ടാവുള്ളൂ, ചേഞ്ചസ് ഉണ്ടാവുള്ളൂ. ഇത് നിങ്ങൾ നരേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ പാറിൻ്റെ കേസിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ഈ ജേർണൽ എൻട്രി അങ്ങോട്ട് അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ. നെക്സ്റ്റ്, വെൻ ഡിബഞ്ചേഴ്സ് ആർ റിഡീംഡ് അറ്റ് പ്രീമിയത്തിലാണ് റിഡീം ചെയ്യുമ്പോഴുള്ള ജേർണൽ എൻട്രിയാണ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അപ്റ്റർ ടു ഡിബഞ്ചേഴ്സ് ഹോൾഡേഴ്സ് എന്നുള്ളതാണ് നമ്മൾ സാധാരണ ജേർണൽ എൻട്രി. അതിലൂടെ എന്ത് ചെയ്യുക, പ്രീമിയം ഒന്നും കൂടി ഡെബിറ്റ് സൈഡിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഒരു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അപ്റ്റർ പ്രീമിയം ഓർ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അപ്റ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ജേർണൽ എൻട്രി ട്രാൻസ്ഫർ ഡിബഞ്ചേഴ്സ് ടു റിഡംഷൻ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഇൻക്ലൂഡിങ് പ്രീമിയം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ ജേർണൽ എൻട്രി ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അപ്റ്റർ ടു ന്യൂ ഡിബഞ്ചേഴ്സ് ഓർ ഷെയർ ക്യാപിറ്റൽ, ഇഷ്യൂ ഓഫ് ന്യൂ ഡിബഞ്ചേഴ്സ് ഓർ ഷെയർസ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ജേർണൽ എൻട്രി തന്നെയാണ് രണ്ടാമത്തതും. പാറിൽ ഇഷ്യൂ ചെയ്യുമ്പോഴത് ഇവിടെ അഡീഷണലായിട്ട് വരുന്നത് പ്രീമിയം എന്നുള്ളത് ഡെബിറ്റ് സൈഡിൽ കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ക്വസ്റ്റ്യൻ നോക്കുക, സ്പീഡാക്കുന്നുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. എക്സ് ലിമിറ്റഡ് ഇഷ്യൂഡ് 2000, 8% ഡിബഞ്ചേഴ്സ് റുപ്പീസ് 100 each at par and redeemable at 10% premium by converting debentures into equity shares റുപ്പീസ് 100 each. ജേർണൽ എൻട്രി ഫോർ കൺവേർഷൻ. 100 രൂപ ഫേസ് വാല്യൂ ഉള്ള ഡിബഞ്ചേഴ്സിനെ 2000 ഡിബഞ്ചേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണേ, 10% പ്രീമിയത്തിലേക്ക് പ്രീമിയം ഇൻക്ലൂഡഡ് ആക്കിയിട്ട് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്, ഷെയറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിൻ്റെ ജേർണൽ എൻട്രി ചെയ്ത്. അപ്പോൾ നോക്കാം, നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ്, എത്ര രൂപയ്ക്കാണ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് നോക്കാം. എമൗണ്ട് പേബിൾ ബൈ ഇഷ്യൂഡ് പ്രൈസ് പെർ ഷെയർസ് 2 ലക്ഷത്തി നോക്കാം. എമൗണ്ട് നോക്കാം. 2000 ഷെയർസിന് നമ്മളെന്ത് ചെയ്യുന്നുണ്ട്, 2,20,000 ഷെയർസ് ഡിവൈഡഡ് ബൈ 10 ഈക്വൽ ടു 22,000 ഷെയർസ്. 22,000 ഷെയർസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, കൺവേർട്ട് ചെയ്യുക. ക്വസ്റ്റ്യനിലേക്ക് ആൻസറിലേക്ക് നോക്കാം. 8% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അപ്റ്റർ പ്രീമിയം ഓർ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അപ്റ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. നോക്കാം, 8% ഡിബഞ്ചേഴ്സിൻ്റെ നേരെ നമ്മൾ 2 lakh എന്ന് എഴുതിയിട്ടുണ്ട്. പ്രീമിയത്തിൻ്റെ എമൗണ്ട് 20,000. എത്ര പെർസെൻറ്റേജ്? 10%. 2 lakhൻ്റെ 10% 20,000. അങ്ങനെ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് നമ്മൾ കൊടുക്കേണ്ട ടോട്ടൽ എമൗണ്ട് 2,22,000 ഇൻക്ലൂഡിങ് പ്രീമിയം. നെക്സ്റ്റ് നോക്കുക, ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലേക്ക് നമ്മൾ സാധാരണ നമ്മൾ എഴുതിയുള്ള ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അപ്റ്റർ ടു ന്യൂ ഡിബഞ്ചേഴ്സ് എന്നായിരിക്കും എഴുതുക. ഇവിടെ ഷെയർ ക്യാപിറ്റൽ ആയതുകൊണ്ടുകൂടി ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എമൗണ്ട് 2,22,000 ടോട്ടൽ ആയിട്ടുള്ള ഇൻക്ലൂഡിങ് പ്രീമിയം ഉൾപ്പെടെയുള്ള ജേർണൽ എൻട്രി. ഒന്നാമത്തെ ജേർണൽ എൻട്രി ഡ്യൂ ആകുമ്പോഴുള്ള ജേർണൽ എൻട്രി, രണ്ടാമത്തെ ജേർണൽ എൻട്രി പേയ്മെൻറ്റ് നടത്തുമ്പോഴുള്ള ജേർണൽ എൻട്രി. ഓക്കെ. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ വെൻ ഡിബഞ്ചേഴ്സ് ആർ റിഡീംഡ് അറ്റ് ഡിസ്കൗണ്ട്. റെയർ കേസ് ഉണ്ടായിരിക്കുള്ളൂ, എന്നാലും എങ്ങനെ നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പാറിൽ ഇഷ്യൂ ചെയ്യുമ്പോഴും പാറിൽ റിഡീം ചെയ്യുന്നതും അതുപോലെ പ്രീമിയത്തെ റിഡീം ചെയ്യുന്നത് പോലെ തന്നെയാണ് ഡിസ്കൗണ്ട് എന്നുള്ളത് നമ്മൾ എവിടെ ആഡ് ചെയ്താൽ മതി, ക്രെഡിറ്റ് സൈഡിൽ ആഡ് ചെയ്താൽ മതി. ഫസ്റ്റ് ജേർണൽ എൻട്രി നോക്കാം. ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അപ്റ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്, നരേഷൻ ട്രാൻസ്ഫർ ഡിബഞ്ചേഴ്സ് ടു ഡിബഞ്ചേഴ്സ് ഹോൾഡേഴ്സ്. രണ്ടാമത്തെ ജേർണൽ എൻട്രി ഡിബഞ്ചേഴ്സ് ഹോൾഡേഴ്സ് അക്കൗണ്ട് അപ്റ്റർ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അപ്റ്റർ ടു ന്യൂ ഡിബഞ്ചേഴ്സ് ഓർ ഷെയർ ക്യാപിറ്റൽ. ഡിസ്കൗണ്ടിൻ്റെ ജേർണൽ എൻട്രി കൂടി ക്രെഡിറ്റ് സൈഡിൽ ആഡ് ചെയ്യാം. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് ലിമിറ്റഡ് ഇഷ്യൂഡ് 9,600, 12% debentures of rupees 100 each by converting them into 15% new debentures of rupees 100 each at a discount of 4%. Here necessary journal entries regarding redemption in the books of company. എന്താണ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, എക്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി 9,600 ഡിബഞ്ചേഴ്സിന് 100 രൂപ പ്രകാരം ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അതെന്ത് ചെയ്യുന്നുണ്ട്, കൺവേർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഇവിടെ ഡിബഞ്ചേഴ്സിലേക്ക് തന്നെയാണ് കൺവേർട്ട് ചെയ്യണത് അല്ലേ. 12% ഡിബഞ്ചേഴ്സിനെ 15% ഡിബഞ്ചേഴ്സായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്, 100 രൂപയ്ക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. അതിൽ 4% ഡിസ്കൗണ്ടും ഇവിടെ കൊടുക്കുന്നുണ്ട് ജേർണൽ എൻട്രി. അതായത് 9,600 ഡിബഞ്ചേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 9,600 ഡിബഞ്ചേഴ്സ് 100 രൂപ പ്രകാരമുള്ള ഡിബഞ്ചേഴ്സിനെ നമ്മൾ
വീണ്ടും 100 രൂപ പ്രകാരമുള്ള പുതിയ ഡിബഞ്ചേഴ്സാക്കി മാറ്റിയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ 4% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. ജേണൽ എൻട്രി എഴുതാം. ആൻസർ നോക്കാം. നമ്പേഴ്സ് ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ്, അതിൻ്റെ എത്രയാണ് ഇഷ്യൂ എന്ന് നോക്കാം. എമൗണ്ട് പേയബിൾ ഓർ ഇഷ്യൂഡ് പ്രൈസ് പെർ ഷെയർസ്, എമൗണ്ട് എത്ര ഉണ്ടായിരിക്കും നോക്കാം. അതിൻ്റെ ആൻസറിലേക്ക് നോക്കാം. ഫസ്റ്റ് ഒന്ന്, ഒന്നാമത് ജേണൽ ഇഷ്യൂ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡ്യൂ ആകുമ്പോഴുള്ള ജേണൽ എൻട്രി 12% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചേഴ്സ് ഹോൾഡേഴ്സ്. നരേഷൻ ട്രാൻസ്ഫർ ഓഫ് ഡിബഞ്ചേഴ്സ് ടു ബി ടു ഡിബഞ്ചേഴ്സ് ഹോൾഡേഴ്സ്. 9 ലക്ഷത്തി എത്രയാണ്? 9 ലക്ഷത്തി 60,000. നമുക്കറിയാം 9,600 ഷെയർസിന് 100 രൂപ പ്രകാരമാണെങ്കിൽ 9 ലക്ഷത്തി 60,000. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഡിബഞ്ചേഴ്സ് ഹോൾഡേഴ്സ് അക്കൗണ്ട് ആഫ്റ്റർ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ആഫ്റ്റർ ടു 15% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. അതായത് പഴയ ഡിബഞ്ചേഴ്സിന് നമ്മൾ 15% ഡിബഞ്ചേഴ്സ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. അതിൻ്റെ ജേണൽ എൻട്രി ആണ്. അതിൻ്റെ കൂടെ നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നോക്കാം, ഡിബഞ്ചേഴ്സ് ഹോൾഡേഴ്സിൻ്റെ അവിടെ നോക്കാം. 10,000 ഡിബഞ്ചേഴ്സ് 96 രൂപക്കാണെങ്കിൽ 9,60,000. ഡിസ്കൗണ്ടായിട്ട് 10,000 ഡിബഞ്ചേഴ്സ് 4 രൂപ പ്രകാരം ഡിസ്കൗണ്ട് നമ്മൾ 4%, ആ 100 രൂപയുടെ 4% പറഞ്ഞാൽ 4 രൂപയാണ്. അത് നോക്കുക. അതിൻ്റെ നേരെ ഡെബിറ്റ് സൈഡിൽ 40,000 ടു 15% ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിൻ്റെ നേരെ 10,000 1 lakh ഇൻറ്റു 10 ആണ്. ശ്രദ്ധിക്കുക, 1 lakh ഇൻറ്റു 10 ആണ്. അവിടെ ഇതുണ്ടാവും 10 ലക്ഷം രൂപ എന്ന് കിട്ടും. ഇതാണ് നരേഷൻ. നോക്കുക, കൺവേർഷൻ ഓഫ് 9,600, 10% ഡിബഞ്ചേഴ്സ് ഇൻറ്റു 15% ന്യൂ ഡിബഞ്ചേഴ്സ്. ആ നരേഷൻ വളരെ കറക്റ്റ് ആയിട്ടുണ്ട്. 9,600 രൂപ, 9,600 10% ഡിബഞ്ചേഴ്സിനെ പുതിയ 15% ഡിബഞ്ചേഴ്സാക്കി കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ ഉള്ളത്. ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് പുതിയ ചാപ്റ്ററാണ്. അപ്പോൾ അതും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു. ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ചോദിക്കാം, ഞാൻ ക്ലിയർ ചെയ്തുതരാം. ഓക്കെ, താങ്ക് യു.